കൽവിൻ്റെ തീരത്ത് നാം എത്തും നേരത്ത് തങ്കക്കിനാവിൻ്റെ കുടിലൊരുക്ക് പണ്ടത്തെ പാട്ടിൻ്റെ ചേലുണ്ടോ ചുണ്ടത്ത് തുമ്പപ്പൂച്ചേലുള്ള ചിരിക്ക്. മാമ പാടിക്കൊണ്ടിരുന്നാ മതിയോ? പറഞ്ഞ വാക്കൊക്കെ പാലിക്കണ്ടേ? പാലിക്കണം. നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഫിനൈൽ കോൺസെൻട്രേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഫിനൈലിൽ ഉണ്ടാക്കാം, അതിലെങ്ങനെ മണം ചേർക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഫിനൈൽ കോൺസെൻട്രേഷൻ ഉണ്ടാക്കാം, അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ എങ്ങനെ ചെയ്ത് കാണിക്കാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കതിന് വേണ്ടത് പൈൻ ഓയിൽ. ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട സംഭവമാണിത്, അൽഫോഴ്സ്. പിന്നെ ഇത് TRO എന്ന് പറയും, TRO, ടർക്കി റെഡ് ഓയിലിൻ്റെ ചുരുക്കപ്പേരാണ് TRO. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ, അതായത് ഫിനൈൽ, അല്ലെങ്കിൽ നമ്മൾ ലോഷൻ എന്ന് പൊതുവേ അങ്ങനെ പറയും. ലോഷൻ ഉണ്ട്, ബോഡി ലോഷനൊക്കെ ഉണ്ട്, ഒരുപാട് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ റൂമൊക്കെ വൃത്തിയാക്കാനും അതുപോലെ തന്നെ ടൈല്, ഫ്ലോറ്, അങ്ങനെ സംതിങ് അങ്ങനെയൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ലോഷൻ എന്ന് പൊതുവെ ഇവിടെ പറയും. ലോഷനല്ല, ശരിക്കും ഫിനൈലാണ്. ഈ 3 ഐറ്റം വെച്ചിട്ടാണ് പൈൻ ഓയിൽ, അൽഫോഴ്സ്, TRO, ടർക്കി റെഡ് ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനൈൽ കോൺസെൻട്രേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരുന്നാൽ, കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത്, ഈ പൈസ നമ്മൾ വെറുതെ കിട്ടൂല, പൈസയ്ക്ക് വിലയുള്ളതാണ്. നമ്മുടെയൊക്കെ കാശ് വെറുതെ അല്ലെങ്കിൽ വെറുതെ പോയാലും മനസ്സിലായില്ലേ. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ആരുടെയും പൈസ പോരെന്നുള്ള ഉദ്ദേശം വച്ചിട്ടാണ് പറയുന്നത്. നമുക്കത് നോക്കാം. അതായത് ഇന്നലെ ഞാനത് പറഞ്ഞതാണ് സംഭവം. ഇത് അൽഫോഴ്സ്, അതുപോലെ തന്നെ എനിക്ക് ഇന്നലെ ഒരു തെറ്റ് പറ്റി. അൽഫോഴ്സിൻ്റെ സ്പെല്ലിങ് ഞാൻ പറഞ്ഞ ALFOH എന്നാണ്, അങ്ങനെയല്ല, ALPHOH ആണ്. അൽഫോഴ്സ് 200, അതാണിത്. അപ്പോൾ ഇത് വലിയ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കാണിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ വരണ്ട എന്ന് കരുതിയിട്ടാണ്. ഇത് നമ്മൾ ഒരു 30 മില്ലിക്ക് കണക്കാക്കി എടുക്കുന്നത്. അത് 100 മില്ലി ഉണ്ടാക്കാനുള്ളതാണ്. അത് നിങ്ങൾ റേഷ്യോ ചെയ്തിട്ട് കണക്കാക്കി 1 ലിറ്ററോ അത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആദ്യം എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മില്ലി അൽഫോഴ്സ്. 15 മില്ലിയേ ആകാൻ പാടുള്ളൂ. 15 കറക്റ്റ് 15 എന്നുള്ളത് ഒരു തുള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകരുത്. അതായത് ഇങ്ങോട്ട് മാറ്റിയേക്ക്, എൻ്റെ കൈ തന്നെ തട്ടിയുടെ മറിഞ്ഞു പോകും. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു, TRO, ടർക്കി റെഡ് ഓയിലാണിത്. ടർക്കി റെഡ് ഓയിൽ ഇത് എമൽസിഫെയർ എന്ന് പറയും. ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ എമൽസിഫെയർ എന്ന് പറയും. കാര്യം വെച്ചാൽ പൈൻ ഓയിലാണ്, അത് വെള്ളത്തോട് ചേരില്ല. നമുക്ക് വെള്ളത്തോട് ചേരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് എമൽസിഫെയർ ഉപയോഗിക്കുന്നത്. എമൽസിഫെയറാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. 15 മില്ലി എടുത്തു. വീണ്ടും നമ്മൾ 15 മില്ലി അൽഫോഴ്സ് എടുത്തു. 15 മില്ലി TRO അതുകൂടി അതിനോടൊപ്പം ചേർക്കുകയാണ്. അപ്പോൾ മൊത്തം 30 മില്ലി. 100 മില്ലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ്, ഓക്കെ. 30 മില്ലി അതും എടുത്തു. ഇനി ഞാൻ അടച്ചു ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ കൈ തട്ടി ഇത് തന്നെ പോകും. കാര്യം ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും, അവൈലബിളാണ്. അഥവാ ആർക്കെങ്കിലും ഇത് എവിടെ കിട്ടും, എങ്ങനെ അതിൻ്റെ കാര്യം ഡീറ്റെയിൽ എടുക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങൾ എവിടെ കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അറിയിക്കാം. അപ്പോൾ നമുക്ക് എന്തായി, ഈ എമൽസിഫെയർ, അതായത് നമ്മൾ ഈ പൈൻ ഓയിൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇതിൽ മിക്സ് ആവണം. അതായത് വെള്ളത്തിൽ ജോയിൻ്റ് ആവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ചെറിയൊരു സ്പൂൺ മതി, സ്പൂണിൻ്റെ ഒറ്റ മതി, വേറെ ഒന്നും വേണ്ട. ഇവിടെ വേറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഞാൻ കണ്ടാലും ഇങ്ങനെ ഒരു സംഭവം വേണ്ട. ഇതൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിളാണ്. എമൽസിഫെയർ റെഡി. ഇനി നമുക്ക്, അതായത് 30 മില്ലി ഉണ്ട്, 3:7 എമൽസിഫെയർ, 3:7 അതാണ് അതിൻ്റെ കണക്ക്. പിന്നെ നമുക്ക് ഒരു 70 മില്ലി
ഇതൊഴിക്കുക. അതായത് ഇപ്പോൾ ആൾറെഡി ഇത് 30 ഉണ്ട്, ഇതിൻ്റെ കൂടെ 70 ഒഴിക്കുമ്പോൾ കറക്റ്റ് 100 ആവുക. 100ൻ്റെ വരെ എത്തും വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ പഴങ്ങൾ ഒഴിക്കും. ഇത് ചെയ്യുന്ന പോയ കാര്യം വിലയുള്ള സാധനം. വിലയെന്ന് വെച്ചാൽ ഒരുപാടൊന്നും വിലയൊന്നുമില്ല. 1 ലിറ്ററിന് 210 രൂപ വരെ നമ്മുടെ മാർക്കറ്റിൽ വിലയാകും. 210 രൂപ വരെ നമ്മുടെ മാർക്കറ്റിൽ ഇതിന് വിലയുണ്ട്. അതായത് അറിയാത്തവർ ചെന്ന് കഴിഞ്ഞാൽ 400 മേടിക്കും, അത് വേറെ കാര്യം. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളത് തല വെച്ച് കൊടുക്കരുത്. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ചെയ്താൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക്. ഇതാ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളെ ഈ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ആ എമൾസിഫയറിൽ ഈ നമ്മൾ ഇപ്പോൾ ചേർത്ത ഈ ഒരു പൈനോയിൽ ജോയിൻ്റ് ആയി കഴിഞ്ഞു. ചെറുതായി നമ്മളൊരു സ്പൂൺ മതി. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട. സിമ്പിളായിട്ട് ചെയ്യാൻ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. ഓക്കെ 3 ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത്, ഫിനൈൽ കോൺസെൻട്രേഷൻ ഉണ്ടാക്കിയത്. അതായത് അൽഫോഴ്സ്, TRO, പൈനോയിൽ. അപ്പം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ അതായത് വൈറ്റ് ഫിനൈലാണ്. നമുക്കിതിന് കളർ ചേർക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ 100 ml, അതായത് 100 മില്ലി നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് 5 ലിറ്റർ ഉണ്ടാക്കാം, 6 ലിറ്റർ ഉണ്ടാക്കുന്നത്, 60 ഉണ്ടാക്കുന്നവരുണ്ട്. അതൊന്നും വേണ്ട. ഈ പറയും പോലെ എൻ്റെ ഒരു സജഷൻ ഒരു 40 ഉണ്ടാക്കാനാണ്. ഒരു ബിസിനസ് ലെവലിലേക്കൊക്കെ പോകാനാണെങ്കിൽ ഒരു തവണ വാങ്ങുന്നവർ പിന്നീടും വാങ്ങണ്ടേ, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മളെ ആരും വാങ്ങിയിട്ട് പച്ചവെള്ളമാണ് എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അതാ കണ്ടില്ലേ, നോക്കട്ടെ, നോക്കിക്കോണം. ഇതാണ് പാലിൻ്റെ കളറായി. കണ്ടല്ലോ, നിസ്സാരം 2-3 തുള്ളി ഒഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. വൈറ്റ് ഫിനൈൽ കോൺസെൻട്രേഷൻ റെഡി. നമ്മളത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല ഈ സ്പൂണ് തന്നെ സ്മെല്ല് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലുണ്ട്. പിന്നെ ഇതിൽ പെർഫ്യൂം ആഡ് ചെയ്യും. അത് ഇന്നലെ പറഞ്ഞിരുന്നു എങ്ങനെ പെർഫ്യൂം ആഡ് ചെയ്യുന്നത്, അവസാനം വരെ എങ്ങനെ പെർഫ്യൂമിൻ്റെ ആ ഒരു സുഗന്ധം എങ്ങനെ ലാസ്റ്റ് വരെ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടി കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പിന്നെ അപ്പോഴും നമ്മൾ 100 ml കോൺസെൻട്രേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 1 ലിറ്റർ എങ്ങനെ ഉണ്ടാക്കാം, 1 ലിറ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി നിങ്ങളൊന്ന് എന്താ പറയുന്നത്, ഇതിനെ ഇന്ന് റേഷ്യോ എടുത്തൊന്ന് നോക്കിയാൽ മതി. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതായത് 1 ലിറ്റർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 150 ml അൽഫോഴ്സ് എടുക്കണം, 150 ml ഡാർക്ക് റെഡ് ഓയിൽ TRO അതും എടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പൈനോയിൽ 700 ml ചേർക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1 ലിറ്റർ ഉണ്ടാക്കിയെടുക്കാം. 1 ലിറ്ററിൽ 60 കുപ്പി വരെയൊക്കെ ചെയ്യുന്നവരുണ്ട്. എനിക്ക് അറിയുന്നവർ തന്നെ ഉണ്ട്. 60-65 ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, വേണ്ടത് ഞാൻ പറയത്തില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ എങ്കിലും ആരെങ്കിലുമൊക്കെ വാങ്ങി കൊണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും വാങ്ങണ്ടേ. അപ്പോൾ അപ്പോഴും ഒരു 40 ഞാൻ 40 ചെയ്യാറ്. അപ്പോൾ 40 ചെയ്യാൻ കുഴപ്പമില്ല. 45 വരെയും ചിലപ്പോഴൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെയൊക്കെ അളവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തേക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് കൂടെയൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. ഷെയർ ചെയ്തിട്ടേ ലൈക്കോ കമൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കഴിയുകയാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ.